ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചുവേട്ടൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വന്നു. ആ സമയത്ത് അച്ചുവേട്ടൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മരുന്ന് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാണെന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പം ഞാനേ നാട്ടിലേക്കൊന്ന് പോവുക. നാട്ടിലേക്കോ? ആ അതെ, അവിടെ ഇതുപോലുള്ള മികച്ച ഹോസ്പിറ്റലുകൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അതൊന്നും ഇല്ല ഡോക്ടറെ, അതൊരു കുഗ്രാമമാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ പ്രൈമറി മെഡിക്കൽ സെൻറ്ററിൽ പോകണമെങ്കിൽ തന്നെ 5 കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അൾസർ അല്ലേ ഡോക്ടറെ, ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കാമെന്ന് അദ്ദേഹം പറയുക കേട്ടോ. പിന്നെ അത്യാവശ്യം വന്നാൽ ഏതെങ്കിലും ആശുപത്രിയിൽ കാണിക്കാം. അന്നേരം അച്യുത, നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണെന്ന് ആ ഡോക്ടർ ചോദിച്ചു. തനിക്ക് അൾസറൊന്നും അല്ല, തൻ്റെ രോഗം ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചുവേട്ടനാകെ അന്തം വിട്ടിങ്ങനെ ഇരുന്ന് പോയി കേട്ടോ, ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ. ഡോക്ടർ എന്നാ പറഞ്ഞേന്ന് ചോദിച്ചു. ഇപ്പം തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ മകള് ഇങ്ങനെ കിടന്ന് അലഞ്ഞു തിരിയുന്നതെന്നുള്ള കാര്യം പറയുവാണേ. അവൾ തൻ്റെ മുന്നിൽ ചിരിക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് കണ്ണുനീരാണെന്ന കാര്യം ഡോക്ടർ പറയുക. ഈ വിവരം തന്നെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞത് തന്നെ തൻ്റെ മകളാണെന്ന കാര്യവും പറഞ്ഞു. തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൾ അത് പറയണ്ടെന്ന് പറഞ്ഞതെന്നും ഇങ്ങനെയൊരു മകളുണ്ടായത് സന്തോഷിക്കേണ്ട കാര്യമാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ അച്ചുവേട്ടനോട് പറഞ്ഞു. ആ മനുഷ്യൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, അവിടെ ഇരുന്നില്ല. തകർന്ന് തരിപ്പണമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക കേട്ടോ. ആ പോണ പോക്കിൽ പണ്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ, അതിന് ശേഷം ഭൂമിക്കുണ്ടായ മാറ്റങ്ങൾ, അച്ചുവേട്ടനെ അവൾ കെയർ ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ മനുഷ്യനിങ്ങനെ നടന്നു പോരുക. അതേസമയത്ത് ഭൂമി അവിടെ സ്ഥിരം വരുന്ന ചെറുപ്പക്കാരുമൊക്കെ ആയിട്ട് സംസാരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഭൂമിയും അവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മദർ ഭൂമിയെ വിളിച്ചു. ഭൂമി, ഞാൻ സിസ്റ്റർ ആൻസിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. പരിചയപ്പെടുത്തണ്ട, എൻ്റെ മനസ്സിൽ മാത്രമല്ല ഫോണിലും ഉണ്ടെന്ന് പറയാം. അപ്പം ഭൂമി ഇപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കോഫി ഷോപ്പിലുള്ള എൻ്റെ കാര്യം എന്താ സിസ്റ്റർ എന്ന് ചോദിച്ചപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് മോളെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്നും ഭൂമിയുടെ ആപ്ലിക്കേഷൻ നാളെ എടുക്കുമെന്നും പറയാം കേട്ടോ. പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പം താങ്ക് യു അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ വേദന പുറത്ത് പറയില്ല എന്ന കാര്യം പറയുവാണ്. ഭൂമി, നാളെ അനുകൂലമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാകുമെന്ന് കരുതിക്കോളാൻ പറയുമ്പം ഞങ്ങളിന്ന് നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ ആപ്ലിക്കേഷൻ അപ്രൂവലായി ഞാൻ എത്തിക്കോളാമെന്ന് ഭൂമി പറയാം കേട്ടോ. അപ്പോൾ ശരി, അഗെയിൻ താങ്ക് യു സിസ്റ്റർ. എനിക്കല്ല കേട്ടോ താങ്ക്സ് പറയേണ്ടത്, എനിക്കറിയാം സിസ്റ്റർ ഈ വിഷയത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് പിന്നെ ഭൂമി സാങ്ഷനായ ഉടനെ തന്നെ വിളിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് കടയിലുള്ള ചേച്ചിയോട് ഭൂമി ആ ഒരു കാര്യങ്ങളെല്ലാം പറയുവാണ്. എൻ്റെ ജീവൻ്റെ നല്ലൊരു ഭാഗം എവിടെയാണെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതം സഞ്ചരിച്ചിട്ടുണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് സങ്കടം വന്നു. ആ ചേച്ചി കരയും കേട്ടോ. അപ്പോൾ ഭൂമി ആ ചേച്ചിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ സമാധാനിപ്പിച്ച് അങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അംബിക അവിടെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റാനായിട്ട് കൂടുന്നു. എല്ലാ സാധനങ്ങളും എടുത്തൊക്കെ വെച്ചു. അപ്പോൾ അവിടെ എത്തേണ്ട സമയത്തെ പറ്റി ഡ്രൈവർ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ ആ ചേട്ടനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ രാവിലെ എത്തുന്നതിനെ പറ്റിയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംബികയും ആ വണ്ടിയിലെ ഡ്രൈവർ ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ അച്ചുവേട്ടൻ. അപ്പോൾ അച്ചുവേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഞങ്ങളുടെ യാത്രയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്നും ഇന്ന് പോകുന്നില്ല എന്നും അച്ചുവേട്ടൻ പറയുക കേട്ടോ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ പറയാം കേട്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പം അമ്പിക അന്തം വിട്ട് നോക്കുക. ഇതൊക്കെ ഇറക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഇറക്കുന്നു. അപ്പോൾ അച്ചുവേട്ടനാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോയി. എന്താ മനുഷ്യ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു അംബിക. ഇന്നലെ പറഞ്ഞു നാളെ പോകാമെന്ന്, ഇപ്പോൾ പറയുന്നു പോകണ്ടെന്ന്. സ്വഭാവം ഇല്ലാണ്ടായോ? മോളതേ കോഫി ഹൗസ് ലക്ഷ്മിയെ ഏൽപ്പിച്ച് എല്ലാവരോടും യാത്രയും പറഞ്ഞു അംബിക പറയാം. ഇനിയിപ്പോൾ എന്താ പ്രാർത്ഥിക്കണേ, എന്താ പറയണമെന്ന് വല്ല ബോധമില്ലാണ്ടായോ അച്ചുവേട്ടന്? അപ്പോഴത്തേക്ക് അച്ചുവേട്ടൻ ഭയങ്കര കരച്ചിൽ. എന്നാൽ അച്ചുവേട്ടാ എന്നാ പറ്റിയേ? അച്ചുവേട്ടാ എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് അംബിക, എന്തിനാ ഇങ്ങനെ നിന്ന് കരയണേ? പറ അച്ചുവേട്ടാ, എന്നെ ഇങ്ങനെ തീറ്റിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചൊന്ന് പറ അച്ചുവേട്ടാ. അത് പിന്നെ അവള് നമ്മുടെ അച്ഛനെ അവളെന്നെ പരാജയപ്പെടുത്തി കളഞ്ഞ അംബികയെന്ന് പറയുക. അവൾ നമ്മളിൽ നിന്നെല്ലാം മറച്ചു വയ്ക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം തെളിച്ചു പറയണ്ട അച്ചുവേട്ടാ, എന്താ കാര്യമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അച്ചുവേട്ടൻ അംബികയോട് പറയുക. അപ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അംബിക തകർന്നു പോയിട്ടോ. അംബിക എന്നിട്ടിങ്ങനെ അപ്പുറം സൈഡിലേക്ക് പോയി. രണ്ടുപേരും നിന്ന് ചങ്ക് പൊട്ടി കരയാം. കരഞ്ഞ് ഒരു പരുവായി. അംബികയും അറിഞ്ഞിരുന്നില്ല, അച്ചുവേട്ടനും അറിഞ്ഞിരുന്നില്ല. ഇപ്പം എല്ലാ സത്യങ്ങളും മനുഷ്യൻ അറിഞ്ഞല്ലോ.
അങ്ങനെ രണ്ടുപേരും തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഭൂമി എന്ന് പറയുന്ന മകള് ആ അച്ഛനെയും അമ്മയും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കുക. പിന്നെ ആ ഭൂമിയുടെ മുറിയിലേക്ക് കയറി മൊത്തം ആ മുറിയൊക്കെ ഒന്ന് നോക്കി അച്ചുവേട്ടനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് അംബിക അകത്തേക്ക് കയറി വന്നു. അച്ചുവേട്ടാന്നും പറഞ്ഞ് അച്ചുവേട്ടനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ, സങ്കടം താങ്ങാനാകാതെ കെട്ടിപ്പിടിച്ച് നിന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ആ സമയത്ത് അച്ചുവേട്ടനും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. ആ മനുഷ്യൻ കുറേ നേരം നിന്നിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അംബികേ, ഇപ്പോൾ എന്നെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്ന് അച്ചുവേട്ടൻ പറയാണ്. ഇനി ഒരു നീണ്ട കാലം കൂടെയുണ്ട് എന്നാണ് ദൈവം പറയുന്നതെങ്കിൽ അത് നമുക്ക് അനുസരിക്കാം. എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ടവളാണ് നമ്മുടെ മോള്. അവൾ ഒരിക്കലും അനാഥയായി പോകരുത്. അപ്പം നമുക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടവളാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ അച്ചുവേട്ടാന്നും പറഞ്ഞിട്ട് ചങ്ക് പൊട്ടി കരയുക. എന്ത് പറയണോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാന്നും പറഞ്ഞു അംബിക ഭയങ്കര കരച്ചിൽ. അപ്പം ഇന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അച്ചുവേട്ടൻ എല്ലാ കാര്യങ്ങളും പറയണു. അപ്പോൾ ഇങ്ങനെയൊരു മോളെ കിട്ടിയത് ഭാഗ്യമാണെന്നും ഭൂമി ഇതൊന്നും അറിയിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയാം. അപ്പോൾ ഇതുപോലൊരു മോളെ കിട്ടിയതിൽ സന്തോഷിക്കാനാണ് എന്നോട് ആ ഡോക്ടർ പറഞ്ഞതെന്നും അച്ചുവേട്ടൻ അംബികയോട് പറയുക. അംബികയ്ക്ക് ഒച്ച പോലുമില്ല. ആ മോൾക്ക് എന്താണോ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്, അപ്പോൾ എന്താ നമുക്കുള്ള ഈ ദാരിദ്ര്യം അല്ലാതെ എന്ന് അംബിക അന്നേരം അച്ചുവേട്ടനോട് ചോദിക്കും കേട്ടോ. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പിന്നെ തകർന്നുകൊണ്ടിരിക്കുക. ഉണ്ട്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അച്ചുവേട്ടൻ പറയുകയാണ് അംബികയോട്. ഭൂമിയെ അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാനെന്ന് പറഞ്ഞപ്പോഴേക്കും അംബിക ഞെട്ടി. മരിക്കുന്നതിന് മുമ്പ് ഭൂമിയെ തൻ്റെ അച്ഛനെ ഏൽപ്പിക്കാൻ തന്നെ അച്ചുവേട്ടൻ തീരുമാനിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അംബിക ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവൾക്ക് വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. നമുക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ മോളിങ്ങനെ നരകിക്കരുതെന്നൊക്കെ മനുഷ്യൻ പറയാം. ഒന്നല്ല 22 വർഷങ്ങളായി നമ്മളത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് കാര്യവും പറഞ്ഞു. ആ അച്ഛൻ്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിങ്ങനെയാണ് മനുഷ്യരാകുന്നത്? നമ്മൾ എങ്ങനെ മനുഷ്യരായി ജീവിക്കും? ഭൂമിയോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവളുടെ അച്ഛനെ ഏൽപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് അച്ചുവേട്ടൻ ചോദിക്കുക. പറയാം അംബിക, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ശരി അച്ചുവേട്ടാ, ശരിയാണെന്ന് പറഞ്ഞ അംബിക ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദേ, ഇനി അവളുടെ യഥാർത്ഥ അച്ഛൻ്റെ കൈകളിലേക്ക് നമ്മൾ അവളെ ഏൽപ്പിച്ചില്ലെന്ന് കരുതുക. മോൾ അവളുടെ അച്ഛനെ തിരിച്ചറിഞ്ഞാലോ എന്തായിരിക്കും അവൾ നമ്മളോട് പറയുക എന്ന് അച്ചുവേട്ടൻ അംബികയോട് ചോദിക്കുക. ഇത്രയും നാളും തന്ന സ്നേഹത്തിന് പകരമായിട്ട് ആ ഒരു തിരിച്ചറിവ് അതൊരു വലിയ ശാപമായി മാറില്ലേ എന്ന് അച്ചുവേട്ടൻ ചോദിച്ചു. ഞാനൊരു പ്ലാൻ പറയട്ടെ അംബികെ എന്ന് അച്ചുവേട്ടൻ ചോദിക്കാം. നമ്മൾ നാളെ കുറേ പേരെ വിളിച്ച് വിരുന്ന് കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ ഭൂമിയുടെ അച്ഛനും ഉണ്ടാകുമെന്നുള്ള കാര്യം പറയുക. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ അച്ഛനെ ഏൽപ്പിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ അംബിക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കരയുന്നു അംബിക. അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് അച്ചുവേട്ടൻ. അപ്പോഴേക്കും മറ്റേ കൊലയാളി തപ്പി തേടി ആ വീട്ടിൽ വന്നു. അപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി ഒന്ന് കാത്തിരിക്കാൻ പറയുക കേട്ടോ അച്ചുവേട്ടൻ. അപ്പോഴേക്കും അയാൾ ഇങ്ങനെ മൂക്കും പൊത്തിപ്പിടിച്ച് വായും പൊത്തിപ്പിടിച്ച് വന്ന് നിൽക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് വരുന്നു. ഭൂമി വന്ന സമയത്ത് ഇയാൾ അവിടെ നിന്ന് കുറച്ചങ്ങ് മാറി നിന്നു. പിന്നെ ഭൂമി വീടിനകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ഇതെന്താ വണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചു ഭൂമി. ആ സമയത്ത് വണ്ടി വരണമെന്നാണോ വണ്ടി വരണ്ടെന്നാണോ മോളുടെ ആഗ്രഹം എന്നിങ്ങനെ അച്ചേട്ടൻ ചോദിക്കുമ്പം അച്ഛൻ്റെ ആഗ്രഹം പോലെയാന്ന് പറഞ്ഞു ഭൂമി. എന്നാലും എന്ന് പറഞ്ഞേ വരണ്ട. അപ്പോൾ ഉറപ്പിച്ചോ? എന്നാ വണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭൂമിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷം അയച്ചാന്ന് പറഞ്ഞ് ഭൂമി അച്ഛനെ കെട്ടിപ്പിടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചുവേട്ടനും ഭൂമിയും കൂടി സംസാരിക്കുന്നു. അംബിക കണ്ണുനീരൊക്കെ അടക്കി പിടിച്ച് ഭൂമിയുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ വല്ലാണ്ട് പെടാപ്പാട് പെട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണേ. അച്ഛനോട് ഒത്തിരി നന്ദി പറഞ്ഞ് ഭൂമി ഇങ്ങനെ അച്ചുവേട്ടനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. കണ്ണുനീരിൽ കൈ കഴുകി നിൽക്കാന്ന് പറയാം അംബിക. അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് അയാൾ പുറത്ത് ഇങ്ങനെ ഇവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതുപോലെ. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഭൂമി അംബികയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അമ്മേ ദേ ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദേ അച്ഛൻ ഡിസിഷനൊക്കെ മാറ്റിയല്ലോ, അച്ഛനിപ്പോൾ നല്ല കുട്ടിയായല്ലോ എന്നൊക്കെ അങ്ങനെ പറയാം. അമ്മയ്ക്കായിരുന്നല്ലോ ടെൻഷൻ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും, എന്താ വരുമാനം, ഇപ്പം ദേ എല്ലാം ഓക്കെ ആയില്ലേ എന്ന് ചോദിച്ചു. ഇനി നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം.
അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയേ? മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? കണ്ണൊക്കെ ആകെ കലങ്ങിയിരിക്കുകയാണല്ലോ. രണ്ടും കൂടി തല്ലു വല്ലതും കൂടിയോ എന്ന് ഭൂമി ചോദിക്കുമ്പം ഇല്ലെന്നേ, അടുപ്പിൽ തീ കൊണ്ടതിൻ്റെ ആണെന്ന് പറയാണ് അംബിക. ഓഹോ, ഇപ്പം എന്തിനാ അടുക്കളയിൽ കയറിയത്? എന്താ ഞാൻ എന്താ അമ്മയോട് പറഞ്ഞിട്ടുള്ളത്? രാവിലെ പലഹാരം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാം, അത് കഴിഞ്ഞ് അധികം പണി വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു ഭൂമി. അതെ, രണ്ടുപേരും പ്രായമായിട്ട് വരികയാണേ, പണിയെടുത്ത് എന്നെ ചുമ്മാ വളർത്തണ്ട, ഞാൻ വളർത്തിക്കോളാം കേട്ടോ എന്ന് ഭൂമി അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ തലയാട്ടി നിൽക്കുവാണ്. അംബിക അന്നേരം അച്ചുവേട്ടനെ നോക്കി കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വരിക്കാം. അതെ, അത്യാവശ്യം ആഹാരത്തിനുള്ള വക കോഫി ഹൗസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ അനാവശ്യമായി അടുക്കളയിൽ കയറുന്നതിൻ്റെ പേരാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോഴും അംബിക കരയുക. അപ്പം അംബിക കരഞ്ഞപ്പോൾ കണ്ണീർ കായൽ വരുന്നല്ലോ, ഇത് എത്ര പമ്പ് വെച്ച് പറ്റിച്ചിട്ടും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ ഭൂമി പറയാ. ആ സമയം കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അമ്മക്കുട്ടിയുടെ മോള് വെറുതെ പറഞ്ഞതല്ലേ, ചുമ്മാ ഇങ്ങനെ ഒന്ന് കരയരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഭൂമി ഇങ്ങനെ പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുക. മോളെ വളരെ ഗൗരവമുള്ളൊരു കാര്യം ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞു. അന്തർദേശീയ വിഷയം വല്ലതും ആണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ കൂട്ടിക്കോ. എങ്കിലേ ട്രംപിനെ കൂടെ നമുക്ക് വിളിക്കാം. എന്താ, പുള്ളി തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നെ അമ്മേ, അച്ഛനെ അന്തർദേശീയ സെമിനാർ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പം എടി മോളെ, നമ്മുടെ കോഫി ഹൗസ് തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി കാണത്തില്ലേന്ന് ചോദിച്ചു. അപ്പം 2 തികഞ്ഞില്ല, അതൊക്കെ നമുക്ക് തികയ്ക്കാവുന്നേ. ഓക്കെ, ആയിക്കോട്ടെ. വേണ്ടപ്പെട്ട പരിചയക്കാരെയൊക്കെ വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കാം നമുക്ക്. അപ്പം അച്ഛൻ്റെ സന്തോഷത്തിന് മോൾ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞു ഭൂമി. അച്ഛൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതിയെന്ന് ഭൂമി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് കിടന്ന് പെടയും കേട്ടോ. അതുപോലെ തന്നെ അംബികയുടെ അച്ഛൻ്റെ സന്തോഷത്തിന് എന്തെങ്കിലും പ്രത്യേക കാര്യം ഉണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം എന്ത് പ്രത്യേക കാര്യം? അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? നാളെ എനിക്കൊരു ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അച്ഛൻ്റെ സർജറി ഉടനെ നടക്കുമെന്ന് നമ്മുടെ ഭൂമി പറയാം. അപ്പോഴേക്കും അയ്യോ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഈ സമയത്ത് അത് പിന്നെ അല്ല, അതായത് അൾസറിന് നല്ലൊരു ചികിത്സ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ഭൂമി നിൽക്കുമ്പം പറഞ്ഞ് ഇവർ തലയാട്ടി. നമുക്കേ ഫങ്ഷൻ ആലോചിക്കാം. അച്ഛാ, ഇതിനൊരു പേര് ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മൈ അച്ചൂസ് ഹാപ്പി ഡേ. അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയൊന്ന് ചിരിച്ചു. അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട, ഫാദേഴ്സ് ഡേ. അപ്പം അതിന് ഇപ്പോഴാണോ മോളെ? അത് നാളെയെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു, കാര്യം കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. ഇത് ഗ്രാൻഡായിട്ട് നടത്തണം, അതെനിക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഉറപ്പായിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവർ. അപ്പോൾ അങ്ങനെ അച്ചുവേട്ടൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നമ്മുടെ കോഫി ഹൗസിലെ ടീമിനെ മൊത്തം നമുക്ക് വിളിച്ചാലോ അച്ഛാ? അപ്പോൾ വിളിക്കാം. പിന്നെ പോലീസ് ടീമിനെ വിളിക്കാം. എന്താ അമ്മേ? അപ്പോൾ എല്ലാം മോളുടെ തീരുമാനം പോലെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പറയാം കേട്ടോ. നാളെ എൻ്റെ അച്ഛൻ്റെ ദിവസമാണ്, അമ്മ ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അംബിക അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചുവേട്ടൻ, അതെ മോളെ CIA വിളിക്കുമല്ലോ അല്ലേ? വിളിക്കാം. പിന്നെ സൗഭാഗ്യപുരത്തെ അവിടെയുള്ള എല്ലാവരെയും വിളിക്കാം. മോളെ അവർക്ക് വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ സത്യൻ സാറിനെ വിളിക്കാൻ മറക്കരുത് കേട്ടോ, അദ്ദേഹം വരുമെന്ന് ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. ആര് വന്നില്ലെങ്കിലും സത്യൻ സാറ് വരുമെന്ന് പറഞ്ഞു ഭൂമി. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു. മോളെ പോലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി പറയാം. അപ്പം നമുക്ക് അവിടുത്തെ എല്ലാവരെയും ക്ഷണിക്കാം. നാളത്തെ ഫാദേഴ്സ് ഡേ അടിച്ച് പൊളിക്കണമെന്നും ഭൂമി പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്തൊരു വിധിയാണിതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ അവരുടെ വീട്ടിൽ എല്ലാവരെയും ക്ഷണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.